ആറ്റിങ്ങൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങുകയാണ്. IHRDക്ക് കീഴിലുള്ള ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? കരിയർ ബിൽഡ് ചെയ്യാൻ, പ്രതിഭ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ, പ്രൊഫഷണൽ മികവ് കണ്ടെത്താൻ എന്തൊക്കെയാണ് ഈ സർക്കാർ കോളേജിലുള്ളതെന്ന് കാണാം. കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള IHRDയുടെ കീഴിൽ 2004 ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. IHRD എന്ന് പറയുന്നത് 9 എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക് കോളേജുകളും 20ഓളം അപ്ലൈഡ് സയൻസ് കോളേജുകളും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഒക്കെയുള്ള ഒരു ബൃഹത്തായ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ പ്രധാനപ്പെട്ട 4 ബിടെക് കോഴ്സുകളിലായി ഏകദേശം 800ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് AI and ML, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലാണ് ഉള്ള കോഴ്സുകളാണ് ഇവിടെ റൺ ചെയ്യുന്നത്. ഇനി ഈ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ എൻവയോൺമെൻറ്റും പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസുമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ IHRDയുടെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളായ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലൊക്കെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സിലബസിന് പുറമെ അവരുടെ ടെക്നിക്കൽ സ്കിൽസും അതുപോലെ സോഫ്റ്റ് സ്കിൽസും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഡ്രോൺ, അതുപോലെ തന്നെ CNC ഡ്രോയർ തുടങ്ങിയ പ്രോജക്ട്സ് നമ്മുടെ എൻ്റെ കേരളം പ്രോഗ്രാമിൽ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോളേജിൽ NSSൻ്റെ സജീവമായ 2 യൂണിറ്റുകളാണുള്ളത്. ഇപ്പോൾ 2 യൂണിറ്റുകളും ആക്റ്റീവായിട്ട് തന്നെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈയിടയ്ക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെയായിട്ടൊരു കൂട്ടയോട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് NSSും കോളേജ് മൊത്തമായിട്ടാണ് നടത്തിയത്. അതുപോലെ തന്നെ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആറ്റിങ്ങൽ എക്സൈസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ ഒരു ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ കുട്ടികൾ തന്നെ പോയി പല പ്രാവശ്യം RCC അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ അവിടെ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ NSSൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ഏകദേശം 14ഓളം ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബുകളും അവൈലബിൾ ആയിട്ടുണ്ട്. SDPK ഹാൾ എന്ന് പറയുന്നത് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ലാബുണ്ട്. വിവിധതരം സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 500ഓളം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നൂതനമായ സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് അഭ്യസിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ലബോറട്ടറീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ 2 ബാച്ചസ് ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള കമ്പ്യൂട്ടർ ലാബുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പാകത്തിനുള്ള സെർവർ മെഷീൻസും ഉൾപ്പെടെയുള്ള അത്യാധുനിക വിധത്തിലുള്ള മെഷീൻസ് നമുക്ക് ലാബുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ കുട്ടികൾ ചെയ്ത ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഡ്രോൺ. അത് ഏകദേശം 5 കിലോയോളം വെയിറ്റ് താങ്ങാവുന്ന രീതിയിൽ കുട്ടികൾ രൂപപ്പെടുത്തിയ ഒരു പ്രോജക്റ്റായിരുന്നു. അത് വളരെയധികം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണത്. അത് ഞങ്ങൾ എൻ്റെ കേരളം പ്രദർശനത്തിൽ അത് പ്രദർശിപ്പിച്ചപ്പോൾ അവിടുത്തെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അവിടുത്തെ ആൾക്കാർ കുട്ടികളെ അപ്രോച്ച് ചെയ്യുകയും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ തിരക്കുകയും ചെയ്തു.
അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ അവർക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വിവിധ തരത്തിലുള്ള ടെക്നിക്കൽ ക്ലബ്സ് ഉണ്ട്. IEEE, IEDC, IST തുടങ്ങിയ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ വർക്ക്ഷോപ്സ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, ഹാക്കത്തോൺസ് പോലുള്ള പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. അത് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ വരെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് വളരെ അവർക്ക് നല്ല രീതിയിലൊരു എക്സ്പോഷർ കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് യൂണിറ്റാണ് കോളേജിൽ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ അക്കാഡമിക് ആക്ടിവിറ്റീസിനിടയിൽ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ട്രെയിനിങ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ പഠിച്ചിറങ്ങുമ്പോൾ ഏകദേശം 75% കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടാണ് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത്. നമ്മുടെ അഡ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ബ്രാഞ്ചിലും 60 സീറ്റുകളാണുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ നടത്തുന്നത്. പ്രധാനമായിട്ടും അത് കേരള ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ വഴി തന്നെയാണ് ഇവിടെ അഡ്മിഷൻ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ഇനി അതിന് പുറമെ NRI സ്ട്രീം വഴിയുള്ള ഒരു അഡ്മിഷന് കുറച്ച് കൂടുതൽ ഫീസിൽ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നോൺ കീം സ്ട്രീമിൽ സ്പോട്ട് അഡ്മിഷൻ വഴി അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിനെ കേരളത്തിലെ മികവുറ്റ പ്രൊഫഷണൽ കോളേജാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ പ്രവേശനം നേടാം, മികവുറ്റ ജീവിത വിജയവും കരസ്ഥമാക്കാം.